ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാലോ. അപ്പൊ നമ്മൾ എന്നും ഉച്ചയ്ക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷം അപ്കമിങ് എപ്പിസോഡ് എന്ന് പറഞ്ഞ് റിവ്യൂ ഇടാറുണ്ട് കേട്ടോ. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനൊപ്പം തന്നെ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നയന ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, ദേവയാനി ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. നയന ഹോസ്പിറ്റലിൽ നിന്ന് പോയത് വേറെ എങ്ങോട്ടേക്കും അല്ല, കനകദുർഗയുടെ അടുത്തേക്കാണ്, നയനയുടെ സ്വന്തം വീട്ടിലേക്കാണ് പോയത്. അതിനെ ചൊല്ലി തന്നെ ആകെ മൊത്തത്തിൽ പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. കാരണം ജലജയും നമ്മുടെ ജാനകിയും രേവതിയും അനാമികയും ഒക്കെ അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നയന ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ജോലിയെല്ലാം നയൻ ചെയ്യുമായിരുന്നു. അപ്പൊ ജോലിയൊക്കെ ചെയ്യേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. ദേവയാനീനെ നോക്കേണ്ടതോ അവരുടെ ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ പോലെ ഫ്രീ ആയിട്ട് കുറച്ചു നേരം ഇരിക്കാനോ കിടക്കാനോ ഒന്നും സമയം കിട്ടുന്നില്ല. എങ്കിലും നമ്മുടെ അനാമികയ്ക്ക് കിടക്കാനും ഇരിക്കാനും ഒക്കെ സമയം കിട്ടുന്നുണ്ട് കേട്ടോ. തലവേദനയാണെന്നും വയറുവേദനയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമിക എങ്ങനെയെങ്കിലും ഒക്കെ റൂമിനകത്ത് പോയി കിടക്കുന്നുണ്ട്. അപ്പൊ അനി പറയുന്നുണ്ട്, നീ ഇങ്ങനെ എപ്പോഴും ഏത് നേരവും ഇതിനകത്ത് വന്ന് കിടക്കുന്നത് എന്തിനാണ്? നിന്നെ പോലെ തന്നെയല്ലേ ഇവിടെ നവ്യടത്തി ഒരു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടന്നിട്ട് പോലും നവ്യടത്തി ഇപ്പൊ ആ അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്ഥാനത്ത് നിനക്ക് അടുക്കളയിൽ കയറി ജോലി ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അനാമിക പറയാണ്, ഞാൻ എന്തിനാ അടുക്കളയിൽ കയറി ജോലി ചെയ്യണം? എനിക്ക് അതിന്റെ കാര്യമില്ല. ഞാന് ഒരിക്കലും നവ്യനെ പോലെ അല്ല, നവ്യായിട്ട് എന്നെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കമ്പാരിസൺ ഇവിടെ നടത്തരുത്. കാരണം ഞാൻ വലിയ വീട്ടിൽ നിന്ന് വന്ന കുട്ടിയാണെന്ന് അറിയാലോ. നിറച്ച് സ്വർണവും പണവും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നാണ്. അതിന്റെ ഒരു പരിഗണന എല്ലാവരും എനിക്ക് തരുന്നുണ്ട്. പിന്നെ നിനക്ക് എന്താ തന്നാലെന്ന് ചോദിക്കുമ്പം അങ്ങനെ സ്വർണവും പണവുമായിട്ട് കയറി വന്നത് കൊണ്ട് നീ അടുക്കളയിൽ കയറിയ നിന്റെ കൈ എന്താ തേഞ്ഞു പോവോ? അതെ, നിനക്കുള്ള ഭക്ഷണം പോലും നീ മറ്റുള്ളവരുടെ ഔദാര്യത്തിലാണ് കഴിക്കുന്നതെന്ന് ഓർത്തോണം അനാമികയെ. അതിന്റെ നന്ദി പോലും നീ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അനീനെ അനാമിക പിടിച്ചു നിർത്തിയിട്ട്, നീ കൂടുതൽ വലിയ ആളൊന്നും കളിക്കണ്ട, നിനക്കല്ലെങ്കിലും നയനയോടും നവ്യയോടും ഭയങ്കര സ്നേഹം, അതെന്താണെന്ന് എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നന്ദുവിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ശല്യപ്പെടുത്തുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും തലവേദനയായിട്ട് അനി അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യ ഓരോ പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ മടുത്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ നയനയെ വിളിക്കുന്നത്. അങ്ങനെ നയനയ്ക്ക് എന്തുണ്ട് വിശേഷം എന്നൊക്കെ അറിയാൻ വേണ്ടി ഫോൺ വിളിക്കുകയാണ്. അപ്പൊ ഇതിനിടയിലായിട്ട് നമ്മുടെ ദേവയാനി എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങി കേട്ടോ. ഏകദേശം എണീറ്റ് നടക്കൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവയാനി ഇത് കേൾക്കുന്നുണ്ട്, നയനിയുമായിട്ട് സംസാരിക്കുന്നത്. ആര്? നവ്യ. അങ്ങനെ നവ്യ പറയാണ്, എന്ത് ചെയ്യാനാ ചേച്ചി ഇല്ലാത്തതിന്റെ വലിയ ചേച്ചി എന്നല്ലാട്ടോ, സോറി, നയനെ നീ ഇല്ലാത്തതിന്റെ എല്ലാ കുറവുകളും ഈ വീട്ടിലുണ്ട്. അത് എന്നെ കൊണ്ട് നികത്താൻ പറ്റുന്നതല്ല. എല്ലാവരും ഇവിടെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അതിപ്പം ജലജ അപ്പച്ചി ആയിക്കോട്ടെ, എന്റെ അമ്മായിയമ്മ ആയിക്കോട്ടെ, അല്ല സോറി എന്റെ അമ്മായിയമ്മയല്ല, അനാമികയുടെ അമ്മായിയമ്മ ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കരമായിട്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തിരിഞ്ഞു പോലും നോക്കാതെ, ആരുടെയും കഷ്ടപ്പാട് മനസ്സിലാക്കാതെ അനാമിക ഏതു നേരവും കിടപ്പും ഉറക്കവും ഒക്കെ തന്നെയാണ്. ഇവിടെ വല്യമ്മയുടെ കാര്യം പോലും അനാമിക നോക്കുന്നില്ല. എന്നിട്ടും വല്യമ്മയ്ക്ക് അനാമികയോട് തന്നെയാണ് കൂറ് കൂടുതൽ എന്ന് പറയുന്നു. ഈ സത്യങ്ങളൊക്കെ ഇനി എന്ന് തിരിച്ചറിയും? എന്നായിരിക്കും ഈ സത്യങ്ങളൊക്കെ അറിയാതെ വരുമ്പോൾ നയനെ അപ്പുറ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട്, ഈ സത്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞാലും നമുക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. ഞാൻ എന്റെ കടമ ചെയ്തു. എന്റെ അമ്മായിയമ്മയുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് എന്റെ കടമയായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാൻ ഉടനെ വരണമെങ്കിൽ വരാം. ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടാകുകയല്ലേ? കാരണം ചേച്ചി ഒരു കുഞ്ഞിനെയും വയറ്റിൽ ചുമന്നുകൊണ്ടല്ലേ ഓരോ ജോലിയും ചെയ്യുന്നത്. അപ്പൊ ചേച്ചി തന്നെയാണോ എന്റെ അമ്മായിയമ്മേനെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പം അതെ, ഞാൻ നോക്കാറുണ്ട്. ഭക്ഷണമൊക്കെ ഞാൻ എടുത്തോണ്ട് കൊടുക്കും, ഗുളികയൊക്കെ ഞാൻ എടുത്തോണ്ട് കൊടുക്കാറുണ്ട്. എടുത്തോണ്ട് കൊടുക്കുമ്പോഴും നയനെ നിന്റെ കുറ്റം മാത്രമേ എന്നോട് പറയാറുള്ളൂ. ഞാൻ പിന്നെ അതൊന്നും തിരുത്താൻ പോകാറുമില്ലെന്ന് പറയുമ്പോൾ ചേച്ചി തിരുത്തുമൊന്നും വേണ്ട, ചേച്ചി എന്തിനാ തിരുത്താൻ പോകുന്നത്? എന്നെങ്കിലും ഒരു തിരിച്ചറിവ് എന്റെ അമ്മായിയമ്മയ്ക്ക് ഉണ്ടാകും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് എന്ന് പറയുമ്പം, അല്ല ചേച്ചിക്ക് എങ്ങനെയാ, വേദനയും വല്ലതും ഉണ്ടോ? എനിക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, ദൈവം അനുഗ്രഹിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ ആണല്ലോ ഞാൻ, ആദർശേട്ടൻ ഇടയ്ക്ക് എന്നെ ഇവിടെ കാണാൻ വരാറുണ്ട്, ഇടയ്ക്ക് ഓഫീസിൽ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നാണ് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നയന പറയാണ്. അപ്പം നവ്യ അതിനിടയ്ക്ക് പറയുന്നു, രക്തം കൊടുത്തത്
ചേച്ചിയാണല്ലോ, എന്നിട്ട് ജീവൻ നൽകിയത് ചേച്ചിയാണെന്നും രക്തം കൊടുത്തത് ചേച്ചിയാണെന്നും ഇതുവരെ വല്യമ്മ അറിഞ്ഞിട്ടില്ല. അത് അറിയുവാണെങ്കിൽ ഒരു പക്ഷെ ഇതിനൊക്കെ ഒരു വ്യത്യാസം വരും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവയാനി അത് ശ്രദ്ധിക്കുകയാണ് കേട്ടോ. എന്താ ഇവളീ പറയുന്നത്, രക്തം കൊടുത്തതോ? അപ്പൊ എനിക്ക് രക്തം തന്നത് ആരാ, എനിക്ക് ജീവൻ തന്നത് ആരാ, എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുറച്ചു നേരം കൂടെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അപ്പുറേന്ന് നയന പറയുന്നുണ്ട്, കരള് കൊടുത്തത് ഞാനൊക്കെ തന്നെയാണ്, അതുപോലെ ബ്ലഡ് കൊടുത്തത് ഞാനാണ്, ഞാൻ പറഞ്ഞല്ലോ അത് വിളിച്ചു കൂവി പറഞ്ഞ് നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പം നമ്മുടെ നവ്യ ഇവിടുന്ന് പറയുന്നതാണ്, കരള് പകുത്ത് നൽകിയത് നയനെ നീ ആണെന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നമുള്ളത്? നയനെ നിനക്ക് കിട്ടേണ്ട പരിഗണന അപ്പോ നിനക്ക് കിട്ടുമല്ലോ. അപ്പൊ ഇത് കേട്ടപ്പോ വല്ലാത്ത അങ്ങ് ഷോക്കായി പോയി. അപ്പൊ നയനയാണോ എനിക്ക് കരള് തന്നത്, നയനയാണോ എന്ന് പറഞ്ഞ വല്ലാത്തൊരു ഷോക്കിൽ ഇങ്ങനെ വിയർത്ത് പരവശയായിട്ട് ഇങ്ങനെ നിൽക്കുകയാ. ദേവയാനിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹേയ്, അങ്ങനെയല്ലായിരിക്കും. ആണോ? ഇനി എന്താ ഇവള് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എനിക്കൊന്നും അറിയില്ലല്ലോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെപ്പാടെ വിളറി വിയർത്ത് നിൽക്കുകയാണ് നമ്മുടെ ദേവയാനി. അപ്പൊ വീണ്ടും നവ്യ പറയുന്നുണ്ട്, ഇതൊക്കെ ഒരിക്കൽ അറിയും, ഈ കരള് പകുത്ത് നൽകിയത് നയനെ നീയാണെന്നും ബ്ലഡ് നൽകിയത് നീയാണെന്നൊക്കെ അറിയും. ആ അനാമിക ഇതിനൊന്നും തയ്യാറായില്ലല്ലോ. അതൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ആ ഒരു ദിവസത്തിന് വേണ്ടി തന്നെയാ ഞാനും കാത്തിരിക്കുന്നത്. പിന്നെ നയനെ നിനക്കൊന്നും ഓർത്ത് ആശ്വസിക്കാം, നിന്റെ കൂടെ ഭർത്താവുണ്ടല്ലോ, എന്തിനും ഏതിനും ഭർത്താവുണ്ടല്ലോ നിന്റെ കൂടെ. പക്ഷെ എന്റെ അവസ്ഥ അങ്ങനെയല്ല. എന്റെ ഭർത്താവ് ഇതുവരെ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടും അത് അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നു പോലുമില്ല. എന്റെ ഭർത്താവിന്റെ കുഞ്ഞിനെ ഞാൻ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതിന്റെ ഒരു ചിന്ത പോലും ആ മനുഷ്യനില്ല. ആ ഒരു വേദനയോളം വരില്ലല്ലോ അമ്മായിയമ്മ സ്നേഹിക്കാത്ത വേദന എന്ന് നമ്മുടെ നവ്യ പറയുമ്പോഴത്തേക്കും നവ്യ പറയുമ്പോ നയന പറയാണ്, ചേച്ചി ഒരു കാര്യം ചെയ്യണം, എല്ലാം നോക്കിയും കണ്ടൊക്കെ വേണം ചെയ്യാന്, എല്ലാത്തിനും ഒരു ശ്രദ്ധ വേണം, ആരും എന്തും തന്നാലും അത് പെട്ടെന്ന് എടുത്ത് കഴിക്കരുത്. അറിയാലോ, ഒരു പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചതല്ലേ, അതെ അതെ, ആ അനാമികയും രേവതിയും തന്നെയാണ് കൊല്ലാൻ ശ്രമിച്ചത്. അത് എന്റെ ഭർത്താവും എന്റെ അമ്മായിയമ്മയും കൂടി പറയുന്നത് ഞാൻ കേട്ടു, എന്റെ ചെവിയും കൊണ്ട് ഞാൻ കേട്ടതാണ്. അവരാണ് ആ ഒരു പാലിനകത്ത് വിഷം കലർത്തിയത് എന്നിങ്ങനെ പറയുക. അപ്പൊ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ദേവയാനിക്ക് വല്ലാട്ടങ്ങ് ഷോക്കായി പോയിട്ടോ. ഏതായാലും ഈ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മുടെ നവ്യ അങ്ങ് പോയപ്പോ ദേവയാനി നവ്യയുടെ പുറകെ ചെന്നില്ല, നവ്യയുടെ റൂമിനകത്ത് ഗുളിക കൊടുക്കാൻ വേണ്ടി ചെന്നു. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ഗുളികയൊക്കെ എടുത്തു കൊടുത്തപ്പം ചോദിക്കുകയാണ്, അല്ല നിനക്കറിയാമോ എനിക്ക് ജീവൻ തന്ന ആരാണ്, കരള് തന്ന ആരാണെന്ന് നിനക്കറിയാമോ നവ്യെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അതെന്താ വല്യമ്മ ഇപ്പൊ അങ്ങനെ തിരക്കുന്നത്, ഇത്രയും ദിവസമായിട്ട് വല്യമ്മയോട് എല്ലാവരും പറഞ്ഞതാണല്ലോ, ഏതോ ഒരു പെണ്ണാണ് തന്നത്. പറയാലോ, നയനയുടെ അത്രയൊക്കെ ഏകദേശം പ്രായമൊക്കെ കാണുമായിരിക്കും, വിവാഹിതയായ ഒരു പെണ്ണാണ്. അപ്പം ആ ഒരു പെണ്ണിന് പ്രതിഫലം ഒന്നും വേണ്ടായിരുന്നു, നല്ല മനസ്സിൻ്റെ ഒരു ഉടമ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആ പെണ്ണ് ഏതാണെന്ന് നിനക്കറിയാമോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അതെങ്ങനെയാ വല്യമ്മ എനിക്കറിയാവുന്നത്, എനിക്കറിയില്ല എന്ന് പറയാ. സത്യം പറ നവ്യ, നീ ഒന്നും മറച്ചു വെക്കരുത്, നീ സത്യം പറയണം, എനിക്ക് കരള് തന്നത് അത് നയനയാണോ എന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന് മുന്നിൽ വല്ലാതെ പകച്ചു നിൽക്കുക നവ്യ. അതെന്താ വല്യമ്മ അങ്ങനെ ചോദിക്കുന്നത്, വല്യമ്മ എന്താ ഉദ്ദേശിക്കുന്നത്, എന്റെ അനിയത്തി നയന കരള് തന്നു എന്നാണോ വല്യമ്മ ഇപ്പൊ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പം, അതെ, നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു, നീ ഫോണിൽ കൂടെ നയനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു, അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോ ഇവിടെ നിന്നോട് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലായി, അവളാണല്ലേ അപ്പൊ എനിക്ക് കരള് തന്നത്, എല്ലാവരും കൂടെ ചേർന്ന് എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നല്ലേ, എല്ലാവരും കൂടെ ചേർന്ന് എന്നെ തോപ്പിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പം, അയ്യോ വല്യമ്മ ഇങ്ങനെ കരയരുതേ, വല്യമ്മ ഇങ്ങനെ ടെൻഷൻ ആവരുത്, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ, റിക്കവർ ആയിട്ട് വരുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറയുമ്പം, എന്തോ ഓപ്പറേഷൻ, എല്ലാവരും കൂടെ എന്നെ വിഡ്ഢിയാക്കി, എല്ലാവരും കൂടെ എന്നെ ചതിച്ച് എനിക്ക് ജീവൻ തന്നിട്ട് മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് ഞാനിപ്പോ ജീവിക്കല്ലേ എന്ന് പറയുമ്പം, വല്യമ്മയ്ക്ക് തെറ്റിപ്പോയി വല്യമ്മേ, ഒരിക്കലും എന്റെ അനിയത്തി ഒരു ഔദാര്യമായിട്ടല്ല ഇത് ചെയ്തത്, എന്റെ സ്വന്തം അമ്മയാണെങ്കിലും എന്റെ അനിയത്തി ഇതേ ചെയ്യത്തുള്ളൂ, എന്റെ അനിയത്തിനെ ഇതുവരെ മനസ്സിലാക്കാനേ വല്യമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാ വല്യമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ദേവയാനിക്ക് എന്താ പറയുക, സത്യം മനസ്സിലായി, എല്ലാം കൂടെ അങ്ങ് കൂട്ടി വായിക്കുകയാണ് കേട്ടോ. ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ നയന നിന്നതും, അനാമിക ഹോസ്പിറ്റലിൽ വരാത്തതും, അനാമിക ഓരോ കാര്യം ബ്ലഡ് തരാമെന്നൊക്കെ പറഞ്ഞിട്ടല്ലാതെ തന്നിട്ടൊന്നുമില്ലല്ലോ, അതും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് പൊട്ടിക്കരയുകയാണ്. അങ്ങനെ നമ്മുടെ ദേവയാനിക്ക് തിരിച്ചറിവ് ലഭിക്കുകയാണ്, നയനയാണ് തെറ്റ്, നയനയല്ല അനാമികയാണ് തെറ്റ്, നയനയാണ് ശരി എന്ന ആ ഒരു സത്യം മനസ്സിലാക്കുകയാണ്. ഏതായാലും ഈ ഒരു സമയം തന്നെ പെട്ടെന്ന് തന്നെ
ആദർശിനെ വിളിക്കും. ആദർശിനോട് പറയും എനിക്ക് നയനെ ഇപ്പൊ കാണണം എന്ന് പറയും. പക്ഷെ ആദർശിന് മനസ്സിലാകുന്നില്ല എന്താ ഏതാണെന്നൊന്നും. പക്ഷെ നമ്മുടെ നവ്യ പറയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എന്തോ ഞാൻ ഫോണിൽ കൂടെ സംസാരിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടത്. ആദർശേട്ട എന്നെ വഴക്ക് പറയരുത്, ഞാൻ ഒരിക്കലും അമ്മ കേൾക്കണം, വല്യമ്മ കേൾക്കണമെന്ന് ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട് സമയമായി, അതുകൊണ്ടാണ് നവ്യ ഇതൊക്കെ എൻ്റെ അമ്മ അറിഞ്ഞത്. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടല്ലോ, ആ ഒരു അവസാനം എത്തി എന്നാ തോന്നുന്നത്. മരുമകളോട് അമ്മായിയമ്മയ്ക്ക് ഉള്ള ആ ഒരു വെറുപ്പും വിരോധവും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ മാറാനുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും. ഏതായാലും നയനി ഇനി ആ വീട്ടിലല്ല നിൽക്കേണ്ടത്, ഈ വീട്ടിലാണ് നയനി ഇനി നിൽക്കേണ്ടത്. ഞാൻ നയനി കൂട്ടിക്കൊണ്ട് വരാൻ പോവാന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും അടിപൊളി വിശേഷങ്ങളാട്ടോ. ഇങ്ങനെ കുറെ അടിപൊളി വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി എന്നും ഉച്ചയ്ക്ക് എപ്പിസോഡിൽ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും വരണം. നമ്മൾ എന്നും ഒരു 12:30 ആകുമ്പോഴാണ് എന്നും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന അപ്കമിങ് എപ്പിസോഡാണ് കേട്ടോ. അപ്പൊ ചിലപ്പോൾ ഇത് ഇന്നോ നാളെയോ ഒന്നും വരുന്നതല്ല, ചിലപ്പം കുറച്ച് ലേറ്റ് ആയേക്കും. അപ്പം എല്ലാവരും കാത്തിരിക്കുക. പിന്നെ നമ്മുടെ ഫുൾ വിശേഷം നമ്മൾ ജിൽജിൽ ചിന്നുവിൽ എന്നും ഇടുന്നുണ്ട് കേട്ടോ. ജിൽജിൽ ചിന്നുവിൽ നമ്മൾ എന്നും ഇട്ടിട്ടുണ്ട് ഫുൾ വിശേഷം. പിന്നെ ഇതിൽ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥയും ഇടാറുണ്ട്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ആവശ്യമാണ്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.